സ്വിറ്റ്സർലൻഡിൽ ആൽപ്സ് പർവ്വതനിരകളെയും പച്ച പുൽമേടുകളിൽ പശുക്കളെയും സുഖകരമായ ഷാലറ്റുകളെയും നമുക്ക് കാണാം. എന്നാൽ ഈ ശാന്തമായ പുറംഭാഗത്ത് ആയിരക്കണക്കിന് കോൺക്രീറ്റ് ബങ്കറുകളുണ്ട്. 9 ദശലക്ഷം പൗരന്മാരുള്ള ഇവിടെ 3,70,000-ത്തിലധികം ഷെൽട്ടറുകളുണ്ട്. ആണവാക്രമണത്തിന് ശേഷം ഓരോന്നിനും 2 ആഴ്ച വരെ ജീവൻ നിലനിർത്താൻ കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഷെൽട്ടറുകൾ ഉള്ളത്? 1962-ൽ ഓരോ സ്വിറ്റ്സർലൻഡുകാരനും സ്വന്തമായി ഷെൽട്ടറിനുള്ള അവകാശം നൽകുന്ന ഒരു നിയമം പാസാക്കി. ഈ നിയമം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? പുതിയ കെട്ടിടങ്ങളിൽ അത്തരം കോട്ടകൾ നിർമ്മിക്കേണ്ടത് ആവശ്യമായിരുന്നു. പൊതു ഷെൽട്ടറുകളുടെ ഒരു ശൃംഖലയും സൃഷ്ടിക്കപ്പെട്ടു. സുരക്ഷയ്ക്കുള്ള ദേശീയ സമീപനത്തിന്റെ ഭാഗമാണിത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം സൈനികർക്ക് മാത്രമല്ല ഷെൽട്ടർ ആവശ്യമാണെന്ന് രാജ്യം തീരുമാനിച്ചു. എല്ലാവർക്കും ഒരു ബങ്കർ ഉണ്ടായിരിക്കണം. ഏറ്റവും ശ്രദ്ധേയമായ ബങ്കറുകളിലൊന്ന് 70കളിൽ ലൂസേനിലെ ഒരു റോഡ് ടണലിൽ നിർമ്മിച്ചതാണ്. 20,000 പേർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സോണൻബർഗ്. 1.5 മീറ്റർ കട്ടിയുള്ള കോൺക്രീറ്റ് വാതിലുകൾ ആണവാക്രമണത്തെയും സാങ്കേതിക ദുരന്തത്തെയും നേരിടണമെന്ന് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നു. ഒരു ദുരന്തവുമില്ലെങ്കിൽ അതൊരു റോഡ് മാത്രമാണ്. 1987-ൽ ഷെൽട്ടർ പരീക്ഷിക്കപ്പെട്ടു. എന്തോ കുഴപ്പം സംഭവിച്ചു. അത് പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞില്ല. 4 വാതിലുകൾ ഉണ്ടായിരുന്നെങ്കിലും 3 എണ്ണം അടച്ചിരുന്നു. ഒരു വാതിൽ അടച്ചിരുന്നില്ല. അതിനാൽ വായു കടക്കാത്തതായിരുന്നു. ഇതിനർത്ഥം അടിയന്തര സാഹചര്യത്തിനായി ഇത് രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിൽ ഇത് പ്രവർത്തിക്കില്ലായിരുന്നു എന്നാണ്. പിന്നീട് രാജ്യത്തെ മാനസികാവസ്ഥ മാറി. ബങ്കറുകൾ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയല്ല, മറിച്ച് അതിനെ കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് സ്വിറ്റ്സർലൻഡ് തീരുമാനിച്ചു. കൃത്യമായി എങ്ങനെയെന്ന് വ്യക്തമല്ല. 2011 വരെ പഴയ ഷെൽട്ടറുകൾ സംരക്ഷിക്കണോ അതോ പുതിയവ നിർമ്മിക്കണോ എന്ന് രാജ്യം ചർച്ച ചെയ്തു. ജപ്പാനിലെ ദുരന്തം കാര്യങ്ങൾ വ്യക്തമാക്കാൻ സഹായിച്ചു. ജാപ്പനീസ് ആണവ നിലയത്തിലെ അപകടത്തിന് ശേഷം ബങ്കറുകൾ ഇല്ലാത്തതിനേക്കാൾ നല്ലതാണെന്ന് സ്വിറ്റ്സർലൻഡ് തീരുമാനിക്കുകയും എല്ലാം അതേപടി ഉപേക്ഷിക്കുകയും ചെയ്തു. 62 വർഷത്തിനിടയിൽ സ്വിസ് ബങ്കർ നിർമ്മാണത്തിൽ $13 ബില്യൺ നിക്ഷേപിച്ചു. ഇന്ന് നാട്ടുകാർ ബൈക്കുകൾ, വൈൻ, മറ്റ് സാധനങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവ ഉപയോഗിക്കുന്നു. അമേരിക്കയിൽ നിരവധി ഷെൽട്ടറുകളുമുണ്ട്. എന്നാൽ അമേരിക്കക്കാർ അവ അലങ്കോലപ്പെടുത്തുന്നില്ല. അവർ അവയിൽ നിന്ന് പണം സമ്പാദിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ബങ്കർ ഒരു ഡൈനർ തുറക്കുന്നതിനെക്കുറിച്ച് എന്താണ് ആശയം? അത്തരമൊരു കാര്യം നിലവിലുണ്ട്, പക്ഷേ അത് എയറോസ്പേസ് ഡിഫൻസ് കമാൻഡിനെ മാത്രമേ സേവിക്കുന്നുള്ളൂ. കൊളറാഡോ സ്പ്രിംഗ്സിലെ ചേൻ പർവ്വതത്തിന് കീഴിലുള്ള ഒരു ഭൂഗർഭ സമുച്ചയമായ നോറാഡാണിത്. ലോകത്തിലെ ഏറ്റവും സംരക്ഷിത സൗകര്യങ്ങളിൽ ഒന്നാണിത്. ഒരു ആണവ ഭീഷണി ഉണ്ടായാൽ നോറാഡ് അമേരിക്കയുടെ പ്രധാന വിശകലന കേന്ദ്രമായി മാറും. സാഹചര്യം വിലയിരുത്തുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായി എല്ലാ ഡാറ്റയും ഇവിടെ ശേഖരിക്കുന്നു. ഇതൊരു പർവ്വതത്തിനുള്ളിലെ ഒരു കോട്ടയാണ്. വലിയ ഉറപ്പുള്ള കോൺക്രീറ്റ് വാതിലുകൾക്ക് ശക്തമായ ആഘാതത്തെ നേരിടാൻ കഴിയും. ഒരു സ്ഫോടന തരംഗത്തെ നേരിടാൻ കഴിയുന്ന പ്രത്യേക ഷോക്ക് അബ്സോർബിംഗ് പാഡുകളിലാണ് കെട്ടിടങ്ങൾ നിലകൊള്ളുന്നത്. കോംപ്ലക്സിനുള്ളിൽ ദീർഘവും വളഞ്ഞു പൊളഞ്ഞതുമായ ഒരു പാതയുണ്ട്. ഇതുമൂലം സ്ഫോടന തരംഗം ചുവരുകളിൽ തട്ടി പ്രതിഫലിക്കുകയും അതിന് ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സുഖകരമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഉള്ളിലുണ്ട്. ഒരു ഡെന്റൽ ക്ലിനിക്, ചാപ്പൽ, ജിം, തീർച്ചയായും അമേരിക്കൻ സാൻഡ്വിച്ചുകൾ എന്നിവയുണ്ട്. ലോകം തകരുമ്പോൾ അതിജീവിച്ചവരെ പഴയ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നത് ഇവയാണ്. കോംപ്ലക്സിന് മാസങ്ങളോളം ഊർജം നൽകാൻ കഴിയുന്ന ഒരു കട, മെഡിക്കൽ സ്റ്റേഷൻ, പവർ ജനറേറ്ററുകൾ എന്നിവയും കോംപ്ലക്സിനുണ്ട്. എന്നാൽ അത്ഭുത അഭയകേന്ദ്രത്തിൽ പ്രതീക്ഷിക്കാത്ത മറ്റെല്ലാവരുടെയും കാര്യമോ? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 2ാമത്തെ പെട്ടകത്തെക്കുറിച്ച് ഓൺലൈനിൽ ചർച്ചകളുണ്ടായിരുന്നു. ആധുനിക നോഹയുടെ വേഷം ഏറ്റെടുത്ത എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അഭയകേന്ദ്രം. ഇതെല്ലാം ആരംഭിച്ചത് 60കളിൽ ശീതയുദ്ധത്തിന്റെ കൊടുമുടിയിൽ. അക്കാലത്ത് അമേരിക്കക്കാർ അവരുടെ മുറ്റങ്ങളിൽ തന്നെ കുടുംബ ബങ്കർ നിർമ്മിച്ചിരുന്നു. എന്നാൽ ബ്രൂസ് ബീച്ചിന് അത് പര്യാപ്തമായിരുന്നില്ല. 1970-ൽ ഒരു യഥാർത്ഥ ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാൻ അദ്ദേഹം ഒരു ശാന്തമായ പട്ടണത്തിൽ 1 ഹെക്ടർ സ്ഥലം വാങ്ങി. അദ്ദേഹം 42 പഴയ സ്കൂൾ ബസ്സുകൾ വാങ്ങി ഒരു വലിയ കുഴി കുഴിച്ചു. അവിടെ ബസ്സുകൾ കുഴിച്ചിട്ടു. അവ പ്രത്യേക മുറികളായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ നടത്തി. ടോയ്ലറ്റുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മുറികൾ, ഒരു ഇലക്ട്രിക് ജനറേറ്റർ എന്നിവ സ്ഥാപിച്ചു. ആണവ ദുരന്തത്തിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഇതിന് 500 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. അത് വളരെ കൂടുതലാണ്. 2ാമത്തെ ആർക്കിൽ കാലഹരണപ്പെട്ടതും എന്നാൽ പ്രവർത്തിക്കുന്നതുമായ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ മുറി, അടുക്കള, കിടപ്പുമുറികൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലം എന്നിവയുള്ള ഒരു മെഡിക്കൽ ഓഫീസുണ്ട്. ഈ വർഷങ്ങളിലെല്ലാം ബ്രൂസ് വ്യക്തിപരമായി ഷെൽട്ടർ പരിപാലിച്ചു, സിസ്റ്റങ്ങൾ സർവീസ് ചെയ്തു, സാധനങ്ങൾ നിറച്ചു, തകരാറുകളെല്ലാം ശരിയാക്കി. 2021-ൽ മരിക്കുന്നതുവരെ അദ്ദേഹം ഇവിടെ താമസിച്ചു. ഇപ്പോൾ ബീച്ചിലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ആർക്കിനെ പരിപാലിക്കുന്നത്. ഇന്ന് അമേരിക്കയിൽ പുതിയൊരു ബങ്കർ ബൂമുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് ആളുകൾ വീണ്ടും ഭയപ്പെടുന്നു. അങ്ങനെ നോർത്ത് ഡക്കോട്ടയിൽ നിന്നുള്ള ഒരു കമ്പനി ഒരു ഭൂഗർഭ ഷെൽട്ടർ ഗ്രാമം നിർമ്മിക്കാൻ തുടങ്ങി. ബങ്കർ ഗ്രാമത്തിൽ 10,000 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും.
മുൻ സൈനിക താവളത്തിലാണ് ഷെൽട്ടറുകളുടെ ശൃംഖല നിർമ്മിച്ചത്. മുമ്പ് വെടിമരുന്ന് അവിടെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ അവരുടെ ഭവനങ്ങൾ സ്വയം ക്രമീകരിക്കുന്നു. വായു ശുദ്ധീകരണ സംവിധാനം, ന്യൂക്ലിയർ, ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എന്നിവ തിരഞ്ഞെടുക്കുന്നു. സൗരോർജ്ജ സ്രോതസ്സുകൾ അവർ നിർണ്ണയിക്കുന്നു. സൗരോർജ്ജ കാറ്റ് അല്ലെങ്കിൽ ഡീസൽ ജനറേറ്റർ. അത്തരമൊരു ബങ്കർ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും താരതമ്യേന കുറഞ്ഞ ചിലവ് നൽകുകയും ചെയ്യും. അപ്പോക്കലിപ്സിന് ശേഷമുള്ള ആഡംബര ജീവിതത്തിന് ഏകദേശം 1.5 ദശലക്ഷം റൂബിളുകൾ. വൈറ്റ് ഹൗസിന് സമീപം ഒരു ആഡംബര ബങ്കർ നിർമ്മിക്കും. ലോകത്തിലെ 625 വളരെ സമ്പന്നരും സ്വാധീനമുള്ളവരുമായ ആളുകളെ ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഷെൽട്ടർ. 2026ഓടെ കോട്ടയുടെ പണി പൂർത്തിയാകും. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ എന്ന പോലെ ഒരു പ്രത്യേക ക്യാപ്സ്യൂൾ വഴി നിങ്ങൾക്ക് ബങ്കറിലേക്ക് പ്രവേശിക്കാം. അതിനുള്ളിൽ മാർബിൾ തറകൾ, AI അധിഷ്ഠിത മരുന്ന്, ഗവൺമെന്റ് റെസ്റ്റോറന്റുകൾ, ഒരു നീന്തൽക്കുളം, ഒരു ക്ലൈംബിംഗ് വാൾ എന്നിവ ഉണ്ടാകും. ഇതിനെല്ലാം ഒരാൾക്ക് 1.5 ബില്യൺ റൂബിൾ ആണ് ചെലവ്.